മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭായോഗത്തിൽ അവതരിപ്പിച്ചു. പ്രത്യേക മന്ത്രിസഭായോഗത്തിൽ ചീഫ് സെക്രട്ടറിയാണ് കരട് പദ്ധതി അവതരിപ്പിച്ചത്. 26-ന് ചേരുന്ന മന്ത്രിസഭായോഗം പദ്ധതി ചർച്ച ചെയ്ത് അംഗീകരിക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, എന്തൊക്കെയാണ് ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനങ്ങൾ? കീർത്തന, ഇന്നത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതിയുടെ കരട് രൂപത്തിൻ്റെ അവതരണമാണ് ഇന്ന് നടന്നത്. ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇതുമായി ബന്ധപ്പെട്ട ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചു. ഈ ടൗൺഷിപ്പിൽ ഭാഗമായി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്, അവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ രൂപരേഖ എങ്ങനെയായിരിക്കണം, മറ്റ് സ്ഥലങ്ങളുടെ രൂപരേഖ എങ്ങനെയാക്കണം എന്നത് സംബന്ധിച്ചൊരു 3D ഇമേജ് അടക്കമുള്ള ഒരു പ്രസൻറ്റേഷനാണ് ഇന്ന് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവതരിപ്പിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടിടത്തായിട്ടാണ് ടൗൺഷിപ്പുകൾ വരുന്നത്. ഒന്ന് കൽപ്പറ്റയിലെ എൽഷൻ എസ്റ്റേറ്റിലും മറ്റൊന്ന് മേപ്പാടിയിലെ നെടുമ്പോല എസ്റ്റേറ്റിലും. ഇവിടങ്ങളിൽ 2 ടൗൺഷിപ്പുകൾ കൂടി വീതമാണ് വരാൻ പോകുന്നത്. 1000 സ്ക്വയർ ഫീറ്റ് വീതമുള്ള വീടുകളാണ് നിർമ്മിച്ച് നൽകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആ വീടുകൾക്ക് മുകളിലേക്ക് പിന്നീട് വേണമെങ്കിൽ നിർമ്മാണം നടത്താൻ ഉതകുന്ന തരത്തിലുള്ള ഒരു വീടുകളായിരിക്കും നിർമ്മിക്കുക. 1000 സ്ക്വയർ ഫീറ്റ് സർക്കാർ നിർമ്മിച്ചു നൽകും. പിന്നീട് വേണമെങ്കിൽ ഗുണഭോക്താക്കൾക്ക് മുകളിലേക്കും മറ്റും കെട്ടാൻ സൗകര്യത്തിലുള്ള നിർമ്മാണത്തിലുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ആയിരിക്കും വീടുകൾ നിർമ്മിക്കുക. ഈ ടൗൺഷിപ്പുകളിൽ വീടുകൾ കൂടാതെ കളിസ്ഥലം, ഒപ്പം തന്നെ ആശുപത്രി അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയായിരിക്കും ഈ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായൊരു പദ്ധതി രൂപരേഖ അവതരിപ്പിച്ചു. ഇന്ന് മന്ത്രിമാരുടെ അറിവിലേക്ക് വേണ്ടിയാണ് കരട് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ അവതരിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതലത്തിലുള്ള കാര്യങ്ങളടക്കം സർക്കാരിൽ നിന്നുണ്ടാകേണ്ട തീരുമാനങ്ങളുണ്ട്. ഏതാണ്ട് 15-ലേറെ തീരുമാനങ്ങൾ സർക്കാരിൽ നിന്ന് വരേണ്ടതുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്ത് തീരുമാനിക്കും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ 26-നാണ് ചേരുന്നത്. അതിൽ തന്നെ ഈ പ്രസൻറ്റേഷൻ കൂടി നടത്തിയാൽ അത് സമയം നീണ്ടുപോകും എന്നതുകൊണ്ടാണ് ഇന്ന് പ്രത്യേകമായി മന്ത്രിസഭാ യോഗം ഓൺലൈനായി ചേർന്ന ഈ പ്രസൻറ്റേഷൻ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നടത്തിയതെന്നാണ് മന്ത്രിമാരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ പിശകുകൾ അടിയന്തരമായി തിരുത്തും. അത് സാങ്കേതികമായിട്ടുണ്ടായ ചില പ്രശ്നങ്ങൾ മാത്രമാണ്, അതൊരു കാര്യമായ പിഴവല്ല. ആ പിഴവുകളെല്ലാം പെട്ടെന്ന് തന്നെ തിരുത്തും. മറ്റു പരാതികൾ എന്തുണ്ടെങ്കിലും 15 പ്രവൃത്തി ദിവസത്തിനകം പരാതി നൽകാനുള്ള സംവിധാനവും ഗുണഭോക്താക്കൾക്ക് നൽകും. അത്തരത്തിലുള്ള തീരുമാനങ്ങളും നേരത്തെ തന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അത് രാവിലെ തന്നെ റവന്യൂ മന്ത്രി കെ രാജൻ 24-നോട് വിശദീകരിച്ചതുമാണ്. ശ്രീ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിന് വഴിവെച്ചതാണ് ഈ കരട് ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾ. ഇപ്പോൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം ആ വിഷയത്തെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തതിൽ എന്ത് തിരുത്തലുകൾ വരുത്താനാണ് ഉദ്ദേശിക്കുന്നത്? കീർത്തന, ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പരാതികളിൽ ചില സാങ്കേതിക പിഴവുകളുണ്ട് എന്ന കാര്യം ശരിയാണ്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾ തെറ്റിദ്ധാരണ മൂലം സംഭവിച്ചതാണ് എന്നാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഇരട്ടിപ്പിൻ്റെ കാര്യത്തിൽ അത് സാങ്കേതികമായി വന്ന പിഴവാണ്. ഗുണഭോക്തൃ ഈ പട്ടിക തയ്യാറാക്കിയതിൽ 2 ഘട്ടമായിട്ടാണ് വീടുകൾ വെച്ച് നിർമ്മിച്ച് നൽകുന്നത് എന്ന തരത്തിൽ ആളുകൾ ധരിച്ചിരിക്കുന്നത് തെറ്റായ ധാരണയാണ്. അങ്ങനെയല്ല സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ പേരുകൾ പ്രഖ്യാപിച്ചു എന്നല്ലാതെ മറ്റ് ഈ 2 ഘട്ടമായി പ്രതിവാസം നടത്താനുള്ള രീതിയല്ല സർക്കാർ അവലംബിക്കുന്നത്. അത് ജനങ്ങൾക്ക് ഈ ദുരന്തബാധിതർക്ക് എങ്ങനെയുണ്ടായ തെറ്റിദ്ധാരണയാണ് എന്നാണ് സർക്കാർ പറയുന്നത്. എന്തായാലും ഗുണഭോക്തൃ പട്ടികയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അപാകതകളും തിരുത്തും. കുറ്റമറ്റ രീതിയിൽ പട്ടിക വീണ്ടും പ്രസിദ്ധീകരിക്കും. ഏതെങ്കിലും കാര്യത്തിൽ ഗുണഭോക്താക്കൾക്ക് അവിടെ ദുരന്തബാധിതർക്ക് പരാതി ഉണ്ടെങ്കിൽ 15 പ്രവൃത്തി ദിവസത്തിനകം പരാതി ബന്ധപ്പെട്ട സർക്കാർ ഓഫീസുകളിൽ നൽകാൻ കഴിയും. അതനുസരിച്ചുള്ള വളരെ അടിയന്തരമായ നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ആ തീരുമാനമാണ് റവന്യൂ വകുപ്പും മറ്റും ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. കീർത്തന. ശരി, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിനുള്ള കരട് പദ്ധതി മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. വിവരങ്ങളാണ് ശ്രീജിത്ത് നൽകിയത്.